തിരുനബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബീങ്ങളും കൂടിയിരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു ആഗതൻ ഒരു മുന്തിരിക്കുലയുമായിട്ട് കടന്നു വരികയാണ്. വളരെ സന്തോഷപൂർവ്വം സ്നേഹത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ നീട്ടിയ ആ മുന്തിരിക്കുലയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അതിൽ നിന്ന് 2 മുന്തിരി മാത്രം തിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുന്തിരി തന്റെ വലതുഭാഗത്ത് വെച്ചിട്ട് ആഗതനെ യാത്രയാക്കുകയാണ്. ആഗതൻ മടങ്ങിയതിന് ശേഷം സ്വഹാബികൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, നിങ്ങൾക്ക് എന്ത് സമ്മാനങ്ങൾ കിട്ടിയാലും ആരെങ്കിലും എന്ത് കൊണ്ടുവന്നാലും നിങ്ങൾ അത് ഞങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാറുണ്ടല്ലോ, എന്തുകൊണ്ട് ഈ മുന്തിരി മാത്രം ഞങ്ങൾക്ക് തന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ മുന്തിരി വളരെയധികം കയ്പുള്ളതായിരുന്നു. ഞാൻ ആ സദസ്സിൽ നിന്ന് തന്നെ ആ മുന്തിരി നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അത് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അത് കയ്പുള്ളതാണ് എന്ന് നിങ്ങൾ ആ സദസ്സിൽ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ, ആ മുന്തിരിക്കുലയുടെ ഓണറിന്, ഉടമക്ക് അത് സന്തോഷമല്ലാത്തൊരു മുഹൂർത്തമായി മാറുമെന്നത് കൊണ്ടാണ് ഞാനതിൽ നിന്ന് 2 മുന്തിരി കഴിച്ചതിന് ശേഷം ആഗതനെ സന്തോഷത്തോടു കൂടെ ഞാൻ യാത്രയാക്കിയതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ഖുർആനിന്റെ പ്രവചനവും, നബിയെ, അങ്ങയെ നാം ലോകത്തിന് കാരുണ്യവാനായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നും കൂട്ടി വായിക്കുമ്പോൾ മനുഷ്യകുലത്തിനപ്പുറം മൃഗങ്ങളോട് പോലും കാരുണ്യമുള്ളവനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ.